let's see the next problem. You need to construct a Turing machine to accept the language L is equal to 0 raised to n, 1 raised to n, where n is greater than or equal to 1. Okay. അതായത് നമുക്ക് ഒരു ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് വൺസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സ്ട്രിങ്ങുകളെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇത് നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടേക്ക് 000 111. ഓക്കെ, നമ്മൾ പി ഡി എയിലൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത്? പി ഡി എയിൽ നമ്മൾ ആദ്യം സീറോസിനെ ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് ഓരോ വണ്ണ് വരുമ്പോൾ സീറോനെ പോപ്പ് ചെയ്ത് കളയും അല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഇസ് ഓൾ സിമിലർ, പക്ഷെ നമ്മൾ എഴുതുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനീഷ്യലി നമ്മൾ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ Q0 എന്നുള്ള സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ സീറോനെ കാണുമ്പോൾ യു മൂവ് ടു എ സ്റ്റേറ്റ് Q1 ആൻഡ് ദെൻ യു റീപ്ലേസ് ദിസ് സീറോ വിത്ത് എക്സ്. Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഈ സീറോനെ നമ്മൾ എന്താക്കി മാറ്റും? എക്സ് ആക്കി മാറ്റും. എന്നിട്ട് Q1 എന്നുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പം എനിക്ക് 2 സീറോയും ഉണ്ട്, 3 വണ്ണും ഉണ്ട്. ഓക്കെ, അങ്ങനെ Q1 സീറോ കണ്ടു. Q1 സീറോ കാണുമ്പോൾ ഞാൻ പിന്നെ ഒന്നും ചെയ്യില്ല. ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് അറിയോ? ഒരു സീറോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നെക്സ്റ്റ് വണ്ണ് എവിടെയാണോ വരണേ അതിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ചെയ്യുക. ഫസ്റ്റ് സീറോ ഫസ്റ്റ് വൺ, സെക്കൻഡ് സീറോ സെക്കൻഡ് വൺ, തേർഡ് സീറോ തേർഡ് വൺ, അങ്ങനെ ബ്ലാങ്ക് എത്തണ വരെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുക അതിൻ്റെ ഈക്വൽ നമ്പർ ഓഫ് സീറോസും വൺസും ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് വണ്ണിനെ ഞാൻ എക്സ് ആക്കി. ഇനി Q1 എനിക്ക് സീറോ കിട്ടി. Q1 സീറോ കിട്ടുമ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല, Q1 എന്നുള്ള സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. എന്നിട്ട് ഞാൻ വണ്ണ് കിട്ടണ വരെ നീങ്ങിക്കൊണ്ടേയിരിക്കും, റൈറ്റ് ഡയറക്ഷനിൽ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എക്സിനെ അങ്ങനെ തന്നെ വെച്ചു, സീറോനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. Q1 പോയി, പിന്നെയും ഒരു സീറോയും 111 ആണ്, അതിനൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെക്കും. ഓക്കെ, എക്സ് 0 0. ഇനി Q1 1 വന്നു. Q1 1 വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ആ വണ്ണിനെ ഞാൻ വൈ ആക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ഈ വണ്ണിനെ ഞാൻ വൈ ആക്കി മാറ്റിയിട്ട് Q2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഞാൻ ലെഫ്റ്റ് ഡയറക്ഷനിൽ തിരിച്ച് നീങ്ങാൻ തുടങ്ങും. അതുവരെ ഞാൻ റൈറ്റിലാണ് നീങ്ങിയിരുന്നത്. ഇനി എൻ്റെ എയിം എന്താണ് അടുത്തത്? ഈ എക്സ് എത്തണം. ഈ എക്സ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാം അതിൻ്റെ തൊട്ടപ്പുറത്തെ സിമ്പിൾ സീറോ ആണെന്നുള്ളത് അല്ലേ? അപ്പം ഞാൻ ഈ Q2 തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഞാൻ ഇനീഷ്യലി ഞാൻ എവിടെയാണോ Q0 നിന്നിരുന്നത് അതേ സെയിം സ്റ്റേറ്റിലേക്ക് ഞാൻ പോകും. ഓക്കെ, എന്നിട്ട് ഈ Q1 വീണ്ടും ഈ ഇതുകളൊക്കെ നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. ഈ സെക്കൻഡ് ഇവിടെ വരുമ്പോൾ ഞാൻ ഇതിനെ വീണ്ടും എക്സ് ആക്കി മാറ്റും. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സീറോയും ഇവിടെ വൈയും 1 1 അല്ലേ? ഈ വൈ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് വൈ കിട്ടുമ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് വൈനെ ഞാൻ വൈ എന്നാക്കി മാറ്റും. ഓക്കെ, നെക്സ്റ്റ് വൈനെ ഞാൻ വൈ ആക്കും. എന്നിട്ട് ഞാൻ ഈ ഡയറക്ഷനിൽ പോകും. പിന്നെ ഞാൻ ഈ സീറോനെ തിരിച്ചും എക്സ് ആക്കും. ഇപ്പുറത്തെ വൈനെ ഇവിടെയും നമുക്ക് 3 വൈനെ കിട്ടും. ഓക്കെ, ഇവിടെ വൈ വരും, പിന്നെ നെക്സ്റ്റ് ഇവിടെ വരും, ഇവിടെ വരുമ്പോൾ തിരിച്ച് ഈ വൈനെ ഞാൻ അങ്ങനെ 3 എക്സും 3 വൈയും ആക്കും. 3 എക്സും 3 വൈയും ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എനിക്കിവിടെ ബ്ലാങ്ക് ആയിരിക്കും. ബ്ലാങ്കിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ഫുൾ സ്ട്രിങ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ട്രിപ്പിൾ എക്സും ട്രിപ്പിൾ വൈനെയും ആക്സെപ്റ്റഡ് ആക്കും. ബിക്കോസ് നമ്പർ ഓഫ് എക്സും നമ്പർ ഓഫ് വൈസും ഈക്വൽ ആണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ഐ വിൽ ഷോ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ ദ പ്രോബ്ലം ഹിയർ. ഇവിടെ ഇപ്പോൾ ഞാൻ ഐ ഹാവ് ഡ്രോൺ ദ ട്രാൻസിഷൻ ഡയഗ്രം ഹിയർ. അപ്പോൾ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യണേ നോക്കാം. ഓക്കെ, well I'm taking my string as 0 0 1 1. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഫസ്റ്റ് സീറോനെ കാണുമ്പോൾ നമ്മൾ അതിനെ സ്റ്റേറ്റ് മാറും. Q0 എന്നുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ യു മൂവ് ടു എ സ്റ്റേറ്റ് Q1 ആൻഡ് ദെൻ യു മേക്ക് ദിസ് 0 ആസ് എക്സ് അല്ലേ? എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഫസ്റ്റ് വണ്ണ് കാണുന്ന വരെ. ഫസ്റ്റ് വണ്ണ് കാണുമ്പോൾ നമ്മൾ അതിനെന്താക്കും? വൈ ആക്കും അല്ലേ? എന്നിട്ട് നമ്മൾ തിരിച്ചും ലെഫ്റ്റിലേക്ക് പോവും ഈ എക്സ് എത്തണ വരെ. എക്സ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സീറോനെ നമ്മൾ തിരിച്ചും എക്സ് ആക്കും. ഇങ്ങനെ പോവും വൈ കാണുന്ന വരെ. വൈ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ വൈൻ്റെ ഇപ്പുറത്തേക്ക് പോകും. നെക്സ്റ്റ് വണ്ണിനെ നമ്മൾ വൈ ആക്കും.
then you keep moving in that direction. Okay. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കണേ നോക്കൂ. നമ്മൾ ഈ പർട്ടിക്കുലർ ഞാനിപ്പോൾ എഴുതിയത് നമുക്ക് ഈ ഡയഗ്രത്തിൽ എങ്ങനെയാണ് വർക്ക് ആവണേ നോക്കാം. ഓക്കെ. So here on seeing the 0, I make it to x and then I go to the state q1. Okay. Let me take the example as I said 0 0 1 1. ആദ്യത്തെ 0 കണ്ടു. ആദ്യത്തെ 0 ആകുമ്പോൾ ഞാൻ q0 എന്നുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. q0ൽ 0 കണ്ടപ്പോൾ where did I go? I made this 0 as x and I went to the state q1. Okay. 0നെ ഞാൻ x ആക്കി റൈറ്റിലേക്ക് നീങ്ങി q1 എന്നുള്ള സ്റ്റേറ്റിലെത്തി. ബാലൻസ് 0 1 1 ഉണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ q1ലാണ്. q1ൽ എനിക്ക് 0 കിട്ടി. q1ൽ എനിക്ക് 0 കിട്ടുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? റൈറ്റിലേക്ക് നീങ്ങി പിന്നെ 0യൊക്കെ ഞാൻ അതേപോലെ തന്നെ വയ്ക്കും ഫസ്റ്റത്തെ 1 കാണുന്നവരെ അല്ലേ. അപ്പം ഞാൻ ഇവിടെ നെക്സ്റ്റ് ഇതിൽ വരുമ്പോൾ എനിക്കിത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തെത്തി? എക്സ് എത്തി, 0 എത്തി. ഞാൻ 0ലെത്തുമ്പോൾ കണ്ടോ q1ൽ 0 കാണുമ്പോൾ ഞാൻ ആ 0 അങ്ങനെ തന്നെ വെക്കും, റൈറ്റിലേക്ക് നീങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 0നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഞാൻ 0നെ അങ്ങനെ തന്നെ വെച്ചു. ഞാൻ റൈറ്റിലേക്ക് നീങ്ങി. ഇപ്പം എനിക്ക് q1ൽ 1 കിട്ടി. q1ൽ 1 കിട്ടുമ്പോൾ ഞാൻ എന്താ ഇവിടെ എഴുതിയിരിക്കണേ? നമ്മളതിനെ y ആക്കണം അല്ലേ. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് നീങ്ങണം x കിട്ടണ വരെ. ഓക്കെ. അപ്പോൾ q1ൽ 1 കിട്ടുമ്പോൾ ഐ ഹാവ് മെയ്ഡ് ദാറ്റ് ടു y. എന്നിട്ട് ഞാൻ ഐ എം മൂവിങ് ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ എക്സ് 0 ഇതിന് കിട്ടുമ്പോൾ ഞാൻ സ്റ്റേറ്റ് മാറും കേട്ടോ. q2ലേക്കുള്ള സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എക്സ് 0 ആയി, തിരിച്ചും 0 ആയി. ഇവിടെ ഈ 1നെ ഞാൻ y എന്നാക്കി. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങാണ്. ഒരു ബാലൻസ് 1 ഉണ്ട്. ഇതിനെ ഞാൻ y ആക്കി ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങി. ഐ എം ഇൻ ദ സ്റ്റേറ്റ് q2 now. ഓക്കെ. ഇനി ഞാൻ q2ൽ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സ് കാണുന്ന വരെ. ഓക്കെ. അപ്പോൾ q2ൽ 0 കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ? I will make that 0 remain as it is and then I keep moving towards the left. അതല്ല ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന q2ൽ 0 കാണുമ്പോൾ ഞാൻ അതിനെ 0 ആയിട്ട് തന്നെ വെക്കും. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ. എക്സ് കാണുന്ന വരെ. എക്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും? എക്സിനെ എക്സ് തന്നെ വെച്ചിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഈ റൈറ്റിലേക്ക് മൂവ് ചെയ്താലല്ലേ എനിക്ക് 0നെ എക്സ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തിരിച്ചും എന്താണ്? q0 എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തും. q0 എന്നുള്ള സ്റ്റേറ്റിലെത്തി. എക്സിനെ കണ്ടു കഴിയുമ്പോൾ തിരിച്ചും ഇവിടെ q0 എത്തി. പിന്നെ ഇവിടെ എൻ്റെ ഒരു എക്സ് ഉണ്ടായിരുന്നു. ഈ എക്സ് ഇത് കണ്ടപ്പോൾ റൈറ്റിലേക്ക് വന്നു. അങ്ങനെ ഞാൻ തിരിച്ചും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ് ആയി, ഇതും എക്സ് ആയി. പിന്നെ ഐ എം അഗെയിൻ ഇൻ ദ സ്റ്റേറ്റ് q1. അപ്പം എന്നിട്ട് ഇവിടെ ഒരു y ഉണ്ട്, ഒരു 1 ഉണ്ട്. ഓക്കെ. q1ൽ y കാണുമ്പോൾ what do I do? q1ൽ y കാണുമ്പോൾ എനിക്ക് തിരിച്ച് ഇപ്പുറത്തെ yനെ y ആക്കണം അല്ലേ. ഇവിടെ ബ്ലാങ്ക് ആണ്. ഈ 1നെയും കൂടി ഞാൻ y ആക്കണം. അപ്പം q1ൽ y കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ആ yനെ അങ്ങനെ തന്നെ വെച്ച് ഞാൻ റൈറ്റിലേക്ക് നീങ്ങും. ഓക്കെ. എന്നിട്ട് റൈറ്റിലേക്ക് നീങ്ങിയിട്ട് ഞാൻ എന്താണ്? എനിക്കൊരു 1 ആണ് കിട്ടുന്നത് എങ്കിൽ അതിനെ ഞാൻ y ആക്കിയിട്ട് ഞാൻ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ തിരിച്ചും ഇവിടെ 2 yയും വന്നു, ഇവിടെ 2 എക്സും വന്നു. ഞാനിപ്പോൾ ഈ q2 എന്നുള്ള സ്റ്റേറ്റിലായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചും ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ. ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എനിക്ക് എക്സ് കണ്ടപ്പോൾ ഞാൻ എക്സിനെ അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങി. അതല്ല ഞാനിവിടെ എഴുതിയിരിക്കണത്. ഐ എം കീപ്പിംഗ് ദി എക്സ് ആസ് സച്ച് ആൻഡ് ദെൻ ഐ എം മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ്. റൈറ്റിലേക്ക് നീങ്ങിയപ്പോൾ എനിക്കൊരു y ആണ് കിട്ടിയത്. q0ലെത്തിയപ്പോൾ റൈറ്റിലേക്ക് നീങ്ങിയപ്പോൾ എനിക്കൊരു y കിട്ടി. yനെ ഞാൻ y തന്നെയാക്കും, തിരിച്ചും റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അൺടിൽ ഐ സീ എ ബ്ലാങ്ക്. ഓക്കെ. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. വൈയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ആൻഡ് y കിട്ടുമ്പോൾ പിന്നെയും വൈയിലേക്ക് തന്നെ ആവും. ആൻഡ് ദെൻ ഐ കീപ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ്. ബ്ലാങ്ക് കിട്ടണവരെ. ബ്ലാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ലെഗ്സ് എൻ്റെ എല്ലാ വയ്യും കഴിഞ്ഞു എന്നാണ്. ആൻഡ് ദെൻ ഐ ഗോ ടു ദി ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. മനസ്സിലായോ നിങ്ങൾക്ക്? ദിസ് ഇസ് ഹൗ വി ഡു ഇറ്റ്. ഓക്കെ. I hope this is clear to you. Okay.
നമ്മൾ Q0 0 കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ് ആക്കും, റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും അൺടിൽ വി ഗെറ്റ് എ 1 കിട്ടുമ്പോൾ ഞാൻ അതിന് വൈ ആക്കും, ലെഫ്റ്റിലേക്ക് നീങ്ങും. ഓക്കെ, ഞാനിത് ആ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് എഴുതാം. ഐ വോണ്ട് യു ടു മേക്ക് എ നോട്ട് ഓഫ് ദിസ് നൗ. See here I have taken the string 0011. Okay, 0011 ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ വരണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ Q0 0 കണ്ടപ്പോൾ ഞാൻ അതിനെ എക്സ് തന്നെയാക്കി, എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങി. ഓക്കെ, Q0നെ എക്സ് തന്നെയാക്കി, Q0നെ ഞാൻ എക്സ് ആക്കി റൈറ്റിലേക്ക് നീങ്ങി. റൈറ്റിലേക്ക് നീങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു 0 കിട്ടിയത്. 0 കാണുമ്പോൾ ഞാനത് അങ്ങനെ തന്നെ വെക്കും. 1 കണ്ടാലേ എനിക്ക് അതിനെ വൈ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ റൈറ്റ് ഡയറക്ഷനിൽ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതൊക്കെയാണ് ഞാനിവിടെ വരച്ചു വെച്ചത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് Q2 എനിക്ക് 0 കിട്ടിയപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അതിനെ 0 തന്നെയാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, Q1 1 കിട്ടിയപ്പോൾ ഞാൻ അതിനെ എക്സ് ആക്കി 0നെ ഞാൻ 0 തന്നെയാക്കി. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങി. Q1 1 കിട്ടി. Q1 1 കിട്ടിയപ്പോൾ ഞാൻ അതിനെ എന്താക്കി മാറ്റി, വൈ ആക്കി മാറ്റി അല്ലേ. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങി. Q1 1 കിട്ടിയപ്പോൾ ഞാൻ Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയി. ആ 1നെ വൈ ആക്കി ഞാൻ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഓക്കെ, ആ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ എത്ര ദൂരം നീങ്ങും, എനിക്ക് എൻ്റെ എക്സ് കാണുന്ന വരെ ഞാൻ നീങ്ങും. എക്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എക്സ് കണ്ടാൽ ഞാൻ എക്സിനെ തന്നെ ആക്കും, ഞാൻ റൈറ്റിലേക്ക് നീങ്ങും. എന്നിട്ട് ഞാൻ റൈറ്റിലുള്ള സെക്കൻഡ് സെക്കൻഡ് 0 ഈ 0 ആദ്യം ഞാൻ എക്സ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെ വൈയും ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങി എക്സ് കാണുന്ന വരെ പോകും. എക്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ 0നെ ഞാൻ എന്താക്കും, എക്സ് ആക്കും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, എക്സ് ആക്കും. പിന്നെ ഈ പ്രോസസ്സ് മൊത്തം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു വൈ കിട്ടും. വൈ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്, വൈനെ വൈ തന്നെ ആക്കും. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങും. റൈറ്റിലേക്ക് നീങ്ങി കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ ഒരു 1 കിട്ടും. 1 കിട്ടുമ്പോൾ ആ 1നെ ഞാൻ വൈ ആക്കും. ആൻഡ് ദെൻ ദിസ് പ്രോസസ് കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൈനലി എനിക്ക് 2 എക്സും 2 വൈയും കിട്ടും. 2 വൈയും കിട്ടി ഞാനിങ്ങനെ നീങ്ങി പോകുമ്പോൾ എനിക്ക് Q2 ഞാൻ എക്സിനെ കിട്ടുമ്പോൾ ഞാൻ എക്സ് തന്നെയാക്കും. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് പോകും. റൈറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് വൈനെയാണ് ഇവിടെ എൻകൗണ്ടർ ചെയ്യുക അല്ലേ. Q2 എക്സ് തന്നെ ആകുമ്പോൾ Q0 എനിക്ക് വൈ കിട്ടും. Q0 വൈ കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, വൈനെ വൈ തന്നെ ആക്കും. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ബ്ലാങ്ക് കിട്ടണവരെ അല്ലേ. വൈനെ വൈ തന്നെ ആക്കി, കണ്ടോ, വൈനെ വൈ തന്നെ ആക്കി റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എനിക്കൊരു വൈനെ കിട്ടി. ആ വൈനെയും ഞാൻ വൈ തന്നെ ആക്കും, റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലാങ്ക് എത്തണ വരെ. ഇപ്പം എനിക്ക് y3 ഒരു ബ്ലാങ്ക് കിട്ടി. ബ്ലാങ്ക് കിട്ടിയപ്പോൾ ഞാൻ എന്താക്കി, ബ്ലാങ്കിനെ ബ്ലാങ്ക് തന്നെ ആക്കി. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് പോയി. അങ്ങനെ എൻ്റെ പർട്ടിക്കുലർ സ്ട്രിങ് ആക്സെപ്റ്റഡ് ആയി എന്ന് ഞാൻ കാണിച്ചു. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് വേറൊരു നമ്പർ നിങ്ങൾ ഇട്ട് നോക്കിയോ, 011 എന്നോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഈ Q4 എന്നുള്ള ഫൈനൽ സ്റ്റേറ്റിലേക്ക് യു വിൽ നെവർ റീച്ച് ദാറ്റ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ വെച്ചിട്ടാവും നിന്ന് പോകുന്നത്. ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് ആൻഡ് സീ. സോ ദിസ് ഇസ് ഹൗ എ ട്യൂറിംഗ് മെഷീൻ വർക്ക്സ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. Let us now design a Turing machine that recognizes the language 01*0. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യണ ഒരു ട്യൂറിംഗ് മെഷീൻ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് 0 followed by any number of ones and ending with a 0. Okay, അപ്പോൾ നമ്മൾ വി ആർ ഇനീഷ്യലി ഇൻ ദ സ്റ്റേറ്റ് എയിൽ ഞാൻ ഈ 0സിനെയൊക്കെ എക്സ് ആക്കുകയാണ്, 1നെ വൈ ആക്കുകയാണ് കേട്ടോ. 1നെ എക്സ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് 0 കിട്ടുമ്പോൾ ഞാൻ അതിനെ എക്സ് ആക്കും. ആൻഡ് ദെൻ ഐ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1 കിട്ടി. എന്നിട്ട് ഞാൻ ബിയിലുള്ള സ്റ്റേറ്റിലെത്തി. ഓക്കെ, ബിയിൽ എനിക്ക് എത്ര നമ്പർ ഓഫ് വൺസ് കിട്ടിയാലും ഞാൻ അതിനെ വൈ ആക്കി മാറ്റും. ആൻഡ് ദെൻ ഐ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്, അടുത്ത 0 കാണുന്ന വരെ. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്കൊരു 0 കിട്ടുമ്പോൾ ഞാൻ അതിനെ എക്സ് ആക്കി മാറ്റും. ഞാൻ റൈറ്റ് ഡയറക്ഷനിൽ പോകും. സിയിലെത്തുമ്പോഴേക്കും ഇപ്പം എനിക്ക് എന്താണ്, ഇപ്പം എൻ്റെ സ്ട്രിങ്ങിൽ 0 വെച്ച് എൻഡ് ചെയ്തു. ഇനി എനിക്ക് ബ്ലാങ്ക് ആണ് അല്ലേ. സിയിൽ
എനിക്കൊരു ബ്ലാങ്ക് കിട്ടുമ്പോൾ ഞാൻ അതിനെ ബ്ലാങ്ക് തന്നെയാക്കി മാറ്റും. ഞാൻ റൈറ്റിലേക്ക് പോവും, ഓർ റൈറ്റ് ലെഫ്റ്റോ വോട്ടെവർ, ലെഫ്റ്റിലേക്ക് പോവും. ലെഫ്റ്റിലേക്ക് പോയിട്ട് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് 1 വെച്ചാൽ തുടങ്ങണമെങ്കിലോ, 1 വെച്ചാൽ തുടങ്ങണത് എങ്കിൽ ഞാനതിനെ 1 തന്നെയാക്കി വയ്ക്കും. എന്നിട്ട് ഞാനതിനെ റൈറ്റിലേക്ക് നീങ്ങും. ഞാനൊരു റിജക്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. റിജക്റ്റ് 1 കിട്ടുകയാണെങ്കിൽ. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് 1 ആണെങ്കിൽ. ഓക്കെ, ഇനി എനിക്കൊരു ഇവിടെ എനിക്ക് 1 വെച്ചിട്ടുള്ളത് കാണിച്ചിട്ട് 0 വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു ബ്ലാങ്ക് ആണ് കിട്ടുന്നത് എങ്കിൽ ഞാൻ ബ്ലാങ്ക് തന്നെയാക്കും, റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അത് റൈറ്റോ ലെഫ്റ്റോ വാട്ടെവർ ഡയറക്ഷൻ. ഈ റിജക്ട് സ്റ്റേറ്റിന് ഏത് ഡയറക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല. ആക്സെപ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ എപ്പോഴും ലാസ്റ്റ് സിമ്പിൾ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കൂ 0 1 1 0 എന്നാണ് നോക്കിയോ. ഇവിടെ നമ്മൾ ബ്ലാങ്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ തൊട്ട് മുമ്പത്തെ എത്തിയ സിമ്പിളിൽ നിർത്തിയിട്ടാണ് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. റിജക്ട് സ്റ്റേറ്റിൽ നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലോ എന്ത് ഡയറക്ഷനിലോ എഴുതാം, ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ റിജക്ട് സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ ബ്ലാങ്ക് 2 0 2 1 കിട്ടുകയാണെങ്കിൽ ഇവിടെ തിരിച്ചും 1 ആണ് എങ്കിൽ ഞാൻ 1 തന്നെയാക്കും. ഐ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് ദെൻ ഐ ഗോ ടു മൈ റിജക്ട് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇവിടെ 0 ആണെങ്കിലും ഞാനതിനെ 0 തന്നെയാക്കും. ഓക്കെ, ഐ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, so that is how we do it here. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇതിന് റിജക്ട് സ്റ്റേറ്റോ ആക്സെപ്റ്റ് സ്റ്റേറ്റോ ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മളിതിനെ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, ആൻഡ് സോ മേക്ക് നോട്ട് ഓഫ് ദ. ഇതൊന്നുമില്ല, അത് ഞാൻ ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് കാണിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ട്യൂറിംഗ് മെഷീനെ നമ്മളൊരു ഡിറ്റർമിനിസ്റ്റിക് ലാംഗ്വേജ് ആയിട്ടാണ് എപ്പോഴും കാണുകയെന്ന്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ എയിൽ 0 വന്നാലും 1 വന്നാലും എങ്ങോട്ടൊക്കെ പോകുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് റിജക്ട് സ്റ്റേറ്റും കൂടി നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ റിജക്റ്റ് നള്ളാണെങ്കിലും നമ്മളതിനെ നൾ തന്നെയാക്കും, റൈറ്റിലേക്ക് പോയിട്ട് റിജക്റ്റിലേക്ക് എത്തും. ബിയിൽ നോക്കൂ 0 വന്നാൽ 1 വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് വന്നാൽ, സിയിലും ബ്ലാങ്ക് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു വെച്ചു 1 വന്നാലും 0 വന്നാലും റിജക്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, so yeah, so this is how you do it. Okay, let's move to the next question. Design a Turing machine that recognizes the language L is equal to W raised to R, where W belongs to A, B star. Okay, ഇത് ഞാൻ W raised to R എന്ന് പറയുമ്പോൾ ഞാൻ W ഒരു ABB എന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. If my W is equal to ABBA, എൻ്റെ W raised to R എന്താണ്? ABBA അല്ല, അതിൻ്റെ റിവേഴ്സ് തന്നെ. ഓക്കെ, അപ്പോൾ എൻ്റെ W ABBA ആണെങ്കിൽ എൻ്റെ W raised to R എന്താണ്? ABBA തന്നെ വരണം. ഓക്കെ, അങ്ങനത്തെ സ്ട്രിങ്സിന്, അതായത് ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് ഈവൺ ലെങ്ത് പാലൻഡ്രോംസ്. ഓക്കെ, പാലൻഡ്രോംസിനെ ആക്സെപ്റ്റ് ചെയ്യണ ഒരു ട്യൂറിംഗ് മെഷീനാണ് ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് മൈ W is equal to ABBA, W raised to R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സൽ എന്തായിരിക്കും? തിരിച്ചിട്ടാൽ ABBA തന്നെയല്ലേ, ആ സ്ട്രിങ് തന്നെ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ W എടുക്കുകയാണ്. അപ്പം ഞാൻ ലെറ്റ് സി ഹൗ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോണേന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന സ്ട്രിങ് ഇപ്പോൾ ABBA ആണെങ്കിൽ ഞാൻ ഇതിനെ എല്ലാത്തേനെയും ഞാൻ W raised to R എന്ന് പറയുമ്പോൾ എന്താ വരിക? വീണ്ടും ABBA ആണ് അല്ലേ? ഇത് ഈക്വൽ ആണോ എന്ന് അറിയാനായിട്ട് W raised to R എടുക്കുമ്പോൾ അത് രണ്ടും സെയിം ആണോ എന്ന് അറിയാനായിട്ട് ഞാനത് എന്താ ചെയ്യേണ്ടത്? ഈ എയിനെ ഞാനിവിടെ X ആക്കി മാറ്റും അല്ലേ? എന്നിട്ട് ഞാൻ ബ്ലാങ്ക് വരെ എത്തും, ലാസ്റ്റ് സിമ്പിൾ വരെ എത്തും. ലാസ്റ്റ് സിമ്പിളും എ തന്നെയാണെങ്കിൽ, ബ്ലാങ്കിൻ്റെ തൊട്ടിപ്പുറത്ത് എ ആണെങ്കിൽ ഞാൻ അതിനെ ജസ്റ്റ് ബ്ലാങ്ക് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ട്രാവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സ് മൊത്തം കഴിയുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ എനിക്ക് ഇതെല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെയുള്ള കോപ്പിയാണ് ഇത് എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ?
അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഇനി ഇങ്ങനെ എക്സ് ആക്കി. ഓക്കെ, ഇനി അവിടെ വന്നിട്ട് ഇവിടെ ബ്ലാങ്ക് ആക്കി. തിരിച്ചും ഞാൻ ഇത്രയും ദൂരം വരും. എന്നിട്ട് ഞാൻ ഈ ബീനെയും ഞാൻ എക്സ് ആക്കും. എന്നിട്ട് ഞാൻ ഇവിടെ പോവും. ഈ എ കണ്ടു കഴിയുമ്പോൾ ഈ ബ്ലാങ്ക് കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ ബീനെയും ഞാൻ ബ്ലാങ്ക് ആക്കി വയ്ക്കും. ഇപ്പോൾ 2 ബ്ലാങ്കായി. എക്സ് നെക്സ്റ്റ് എക്സ് ആക്കും, ഇങ്ങനെ പോവും, 3 ബ്ലാങ്ക് ആക്കും. അതായത് ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഞാൻ അതിനെ ബ്ലാങ്ക് ആക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ എക്സ് ആയി. ലാസ്റ്റത്തെ എ ആയിരുന്നു. എ ഇവിടെ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എ ആണ്, ബ്ലാങ്കിൻ്റെ തൊട്ടിപ്പുറത്തെ എ ആണ് കിട്ടണത് എങ്കിൽ അതിനെയും ഞാൻ ബ്ലാങ്ക് ആക്കും. തിരിച്ചു വരുമ്പോൾ എനിക്ക് എക്സ് മാത്രമേ ഉള്ളൂ. അതായത് ഇനി എനിക്ക് തിരിച്ചിപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ അതിനെ തിരിച്ചു പോയി ആക്സെപ്റ്റ് ചെയ്യും. ഈ സ്ട്രിങ് ആക്സെപ്റ്റഡ് ആണെന്ന് പറയും. ഓക്കെ, ബിക്കോസ് എൻ്റെ ഇവിടെ എല്ലാം കഴിഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ ബ്ലാങ്ക് ആക്കും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ട്യൂറിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, initially I am in the state ഒരു ഈവൺ ലെങ്ത് പാലിൻഡ്രോമായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. W ഈക്വൽ ടു W⁻R ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് എ. ഓക്കെ, എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. എ എന്നുള്ള സ്റ്റേറ്റിൽ ലെറ്റ് മീ ടേക്ക് മൈ സ്ട്രിങ് ആസ് ABBA. അതിൻ്റെ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഇറ്റ് ഇസ് ABBA. ഓക്കെ, യാ. സോ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് എ. ആ എയിൽ എനിക്ക് ഫസ്റ്റത്തെ എ കിട്ടി. ഫസ്റ്റത്തെ എ കിട്ടുമ്പോൾ ഞാൻ അതിനെ എന്താക്കും? അതിനെ എക്സ് ആക്കും അല്ലേ? എക്സ് ആക്കിയിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ആ ലേ ടു ലാസ്റ്റ് ബ്ലാങ്കിൻ്റെ അവിടെ എത്തുന്ന വരെ ഞാൻ റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ how do I write this? A-യിൽ അല്ലെങ്കിൽ I will take Q0 because in the note I have given it as Q0. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. Q0യിൽ A വരുമ്പോൾ I simply Q0 ആണ്. Q0യിൽ A വരുമ്പോൾ ഞാൻ അതിനെ എക്സ് ആക്കി മാറ്റും. ആൻഡ് ദെൻ ഐ മൂവ് ടുവേർഡ്സ് മൈ റൈറ്റ്. ആൻഡ് ദെൻ ഐ വിൽ റീച്ച് ദ സ്റ്റേറ്റ് Q1. ഓക്കെ, Q1ൽ എനിക്ക് ബി കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? Q1ൽ എ കിട്ടിയാലും ബി കിട്ടിയാലും ഞാനത് അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. ഞാൻ എന്നിട്ട് റൈറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ Q1ൽ എ കിട്ടി, നെക്സ്റ്റ് അല്ല ബി കിട്ടി. ഇവിടെ ബി അല്ല എടുത്തത്, നമ്മൾ അങ്ങനെ തന്നെ വെച്ച് നോക്കി നോക്കാം. ബി കിട്ടി, അപ്പം ഞാൻ അതിനെ ബി തന്നെ ആക്കി, എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നീങ്ങി. തിരിച്ചും ബി കിട്ടി, അതിനെ ബി തന്നെ ആക്കി റൈറ്റിലേക്ക് നീങ്ങി. തിരിച്ചും എ കിട്ടി, എ കിട്ടുമ്പോഴും ഞാൻ അതിനെ എ തന്നെ ആക്കും. ആൻഡ് ദെൻ ഐ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് എനിക്ക് ബ്ലാങ്ക് കിട്ടി. ഓക്കെ, ഇതെല്ലാ സ്ട്രിങ്ങും കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ തന്നെ ആക്കുന്നു. ലാസ്റ്റ് ഞാൻ എനിക്ക് ബ്ലാങ്കിലേക്ക് വന്നു. ബ്ലാങ്ക് കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ബ്ലാങ്ക് കിട്ടുമ്പോൾ ഞാൻ അതിനെ ബ്ലാങ്ക് തന്നെ ആക്കും. എന്നിട്ട് ഞാൻ എന്ത് വരും? തൊട്ടിപ്പുറത്തേക്ക് വരും, ലെഫ്റ്റിലേക്ക് നീങ്ങും. ഓക്കെ, ലെഫ്റ്റിലേക്ക് നീങ്ങും. എനിക്കെന്ന് വെച്ചാൽ ബ്ലാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ എനെ പിന്നെ എനിക്ക് ബ്ലാങ്ക് ആക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇവിടെ വന്ന ബ്ലാങ്കിനെ ഞാൻ ബ്ലാങ്ക് തന്നെ ആക്കി. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നു. എന്നിട്ട് ഈ എനെ ഞാൻ എന്താക്കും? ബ്ലാങ്ക് ആക്കും അല്ലേ? അപ്പോൾ ഇവിടെ എത്തി. ഇനി ഞാൻ റീച്ച് ദ സ്റ്റേറ്റ് Q2. ഈ Q2ൽ എനിക്ക് എനെ കിട്ടുമ്പോൾ ഞാൻ ആ എനെ ബ്ലാങ്ക് ആക്കും. എന്നിട്ട് ഞാൻ ഏത് ഡയറക്ഷനിൽ പോവും? ലെഫ്റ്റ്. ഈ എനെ ഞാൻ ബ്ലാങ്ക് ആക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് പോവും. ഓക്കെ, ലൂപ്പല്ല, ഇങ്ങനെ ഇട്ടാൽ മതി. ലൂപ്പ് ഇടണ്ട. അന്ന് എനിക്ക് എ കിട്ടുമ്പോൾ ഞാൻ അതിനെ ബ്ലാങ്ക് ആക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് പോകും. ലെഫ്റ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ പിന്നെ എനിക്ക് ബി വന്നാലും എ വന്നാലും ഞാൻ അതൊക്കെ അങ്ങനെ തന്നെ വെക്കും. അൺടിൽ ഐ ഗെറ്റ് മൈ എക്സ്, അൺടിൽ ഐ സീ മൈ എക്സ്. എക്സ് കാണുന്ന വരെ ഞാൻ എയും ബീനെയൊക്കെ അതേപോലെ തന്നെ വെക്കും. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ Q3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെത്തി. Q3ൽ ഞാൻ ഈ ബ്ലാങ്ക് ആയിട്ട് കൊണ്ട് വന്നപ്പോൾ ഞാൻ ബി അല്ലേ കണ്ടത്?
ബീനെ ഞാൻ ബി തന്നെയാക്കി വയ്ക്കും. ബി കാണുമ്പോൾ ഞാൻ അതിനെ ബി തന്നെയാക്കും. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അത് ബി കഴിഞ്ഞു പിന്നെ ഒരു എ വന്നു. ആ എനെയും ഞാൻ എ തന്നെയാക്കും. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? പറഞ്ഞാൽ ബ്ലാങ്ക് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് എന്താ കിട്ടുക? ഇനി എനിക്ക് എക്സ് കിട്ടുമ്പോഴാണ്. എക്സ് കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? വീണ്ടും Q0 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോവും. ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഈ ഇത് മൊത്തം സ്ട്രിങ് കഴിയുന്നവരെ ഐ കീപ് റിപ്പീറ്റിംഗ് ദിസ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ നീങ്ങി വരുമ്പോൾ Q3 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഞാൻ നീങ്ങി വരുമ്പോൾ ഇതിനെ ഞാൻ ആദ്യം എക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ Q3യിൽ എക്സ് കിട്ടി. എക്സ് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എക്സ് കിട്ടുമ്പോൾ ഞാൻ എക്സിനെ ഐ കീപ് എക്സ് ആസ് സച്ച് ആൻഡ് ദെൻ ഐ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. പിന്നെ ഞാൻ റൈറ്റ് ഡയറക്ഷനിൽ പോകും. എന്നിട്ട് ഞാൻ അടുത്ത ബീനെ ഞാൻ എന്താക്കും? എക്സ് ആക്കും, അല്ലേ? അപ്പോൾ ഈ Q0 എത്തി. ഇനി എനിക്ക് ബി കിട്ടി. ബി കിട്ടുമ്പോൾ ഞാൻ ആ ബീനെ എക്സ് ആക്കും. ബി കിട്ടുമ്പോൾ ഞാൻ അതിനെ എക്സ് ആക്കി ഞാൻ റൈറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഈ സെയിം സാധനം തന്നെ നമ്മൾ ബി വെച്ചിട്ട് ചെയ്യും ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ബീനെ ഞാൻ എക്സ് ആക്കി കേട്ടോ. ബീനെ എക്സ് ആക്കി. എന്നിട്ട് പിന്നെ എനിക്ക് ബിയോ എയോ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ റൈറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് അവിടുത്തെ അറ്റത്തെ ബ്ലാങ്ക് കിട്ടുന്നത് വരെ, അല്ലേ? അപ്പോൾ ഞാനിവിടെ Q3 Q4 എന്നുള്ള സ്റ്റേറ്റിലാണ്. Q4 എന്നുള്ള സ്റ്റേറ്റിൽ എനിക്ക് എ കിട്ടിയാലും ഞാൻ എ തന്നെയാക്കും, റൈറ്റിലേക്ക് പോവും. ബി കിട്ടിയാലും ഞാൻ ബി തന്നെയാക്കും, റൈറ്റിലേക്ക് പോവും. എനിക്ക് ഏത് കിട്ടണ വരെ? നള്ള് കിട്ടണ വരെ, അല്ലേ? അവിടുത്തെ ബ്ലാങ്ക് സിമ്പിൾ എത്ര വരെ? ആ അറ്റത്തെ ബ്ലാങ്ക് എത്തണ വരെ ഞാനിതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ബ്ലാങ്ക് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബ്ലാങ്ക് തന്നെയാക്കും, ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങും. ലെഫ്റ്റിലേക്ക് നീങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഞാൻ ആ ബീനെ ബ്ലാങ്ക് ആക്കും, അല്ലേ? അപ്പം ഞാൻ Q5 എന്നുള്ള സ്റ്റേറ്റിലെത്തി. Q5 എന്നുള്ള സ്റ്റേറ്റിൽ എനിക്ക് ബി കിട്ടി. ബി കിട്ടിയപ്പോൾ ഞാനതിനെ ബ്ലാങ്ക് ആക്കിയിട്ടില്ല, ലെഫ്റ്റിലേക്ക് പോയി. ബി കിട്ടിയപ്പോൾ ഞാനതിനെ ബ്ലാങ്ക് ആക്കി. എന്നിട്ട് ഞാൻ എന്ത് പോയതു? ലെഫ്റ്റിലേക്ക് പോന്നു. ബീനെ ഞാൻ ബ്ലാങ്ക് ആക്കി. എന്നിട്ട് ഞാൻ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് പോന്നുകൊണ്ടേയിരുന്നു. ആ ലെഫ്റ്റിൽ എയോ ബിയോ വന്നാലും കുഴപ്പമില്ല, ഞാനത് അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും അൺടിൽ ഐ ഗെറ്റ് ദി എക്സ്. പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, അങ്ങനെ ലാസ്റ്റ് Q0 എക്സ് ഇങ്ങനെ വന്ന് നമ്മൾ ഇതെല്ലാം ഇത് 4 നമ്മുടെ എക്സ് 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 ആവും. ഇതെല്ലാം നമ്മുടെ ബ്ലാങ്ക് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എത്തി. നമ്മൾ Q0 എത്തി. നമുക്ക് ഒരു ഇൻപുട്ടും ഇല്ല, എല്ലാ ഇൻപുട്ടും കഴിഞ്ഞു. എല്ലാ ഇൻപുട്ടും കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? when there is no ഇൻപുട്ട് ആകുമ്പോൾ ബ്ലാങ്ക് ആകുമ്പോൾ ഞാൻ ആ ബ്ലാങ്കിനെ ബ്ലാങ്ക് തന്നെയാക്കും. എന്നിട്ട് ഐ ഗോ ടു മൈ ഇങ്ങനെയല്ല വരണേ. ഇങ്ങനെ വന്നുമ്പോൾ ഇവിടെ ഞാനിവിടെ എക്സ് എത്തി. Q0 എത്തിയപ്പോൾ എൻ്റെ ഇവിടെ ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ആകുമ്പോൾ ഞാൻ ബ്ലാങ്ക് തന്നെയാക്കും, റൈറ്റിലേക്ക് പോയി ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഐ ഗോ ടു എ സ്റ്റേറ്റ് Q6 where it gets accepted. This is how you do it. Clear ആയോ നിങ്ങൾക്ക്? ഇവിടെ നോക്കുക, എല്ലാ W⁻R ആണെങ്കിൽ അതെല്ലാം ബ്ലാങ്കും ഇതെല്ലാം സ്ട്രിങ്ങും കഴിയുമ്പോൾ നമുക്ക് എല്ലാം ബ്ലാങ്കായി കിട്ടും. ആദ്യത്തെ ആ 4 എക്സും പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ എല്ലാം ബ്ലാങ്കും ആവും. അങ്ങനെയാകുമ്പോൾ അത് ആക്സെപ്റ്റഡ് ആവും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. Just make a note of this.